കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്കെതിരെ കന്നഡ സംഘടനകളുടെ പ്രതിഷേധം. ജനനായകൻ സിനിമയുടെ പോസ്റ്റർ വലിച്ചുകീറി. വിജയുടെ സിനിമ പ്രദർശിപ്പിക്കില്ലെന്നും പ്രതിഷേധക്കാർ. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. ഇവിടങ്ങളിലൊക്കെയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷേ ഓൾഡ് മൈസൂരു മേഖലയിൽ, ഇത് മാണ്ഡ്യ ജില്ലയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം കർഷക സംഘടനകളുടെ, കന്നഡ സംഘടനകളുടെ ഒക്കെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗളൂരു നഗരത്തിലൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ മണ്ഡിയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ. തിയേറ്ററിന് മുൻപിൽ ജനനായകൻ സിനിമയുടെ, വിജയുടെ സിനിമയുടെ പോസ്റ്റർ കീറി ഈ സിനിമ ഇനി കർണാടകയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. ഏതായാലും തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കാനുള്ള ആ ഒരു തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. അടുത്ത ദിവസങ്ങളിൽ, അതായത് അടുത്ത തിങ്കളാഴ്ച മുഖ്യമന്ത്രിമാരുടെ, കർണാടക തമിഴ്നാട് മുഖ്യമന്ത്രിമാരുടെ യോഗം വെച്ചിട്ടുണ്ട്. ഏതായാലും അതിനു മുൻപ് തന്നെ ഇന്ന് കാവേരി നദീജല മാനേജ്മെന്റ് കമ്മിറ്റിയിൽ കർണാടക അപ്പീൽ നൽകിയിട്ടുമുണ്ട്. അതായത് ഈ വിഷയത്തിൽ വെള്ളം വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ള നിലപാട്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കണമെന്നുള്ള ആ ഒരു ഉത്തരവ് തിരുത്തണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. മഴ കുറവ് മൂലം കർണാടകയിൽ തന്നെ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങുന്ന സമയത്ത് തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ള നിലപാടാണ് കർണാടക സർക്കാരും കർഷക സംഘടനകളൊക്കെ എടുക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കന്നഡ സംഘടനകൾ ഇപ്പോൾ തന്നെ, കന്നഡ രക്ഷവേദിക ഉൾപ്പെടെയുള്ള സംഘടനകൾ കർണാടക ബന്ദിനൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതിഷേധങ്ങൾ കനക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കർണാടകയിൽ, പ്രത്യേകിച്ച് ഓൾഡ് മൈസൂരു, ബംഗളൂരു മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്.